പുണർദ നക്ഷത്രക്കാരെ, ജൂലൈ മാസം നിങ്ങളെ ഒരു കാര്യം പഠിപ്പിച്ചു. ചില വാതിലുകൾ എത്ര തവണ മുട്ടിയാലും തുറക്കില്ല. നിങ്ങൾ ക്ഷമിച്ചു, നിങ്ങൾ കാത്തിരുന്നു, നിങ്ങൾ വീണ്ടും വീണ്ടും ഒരവസരം കൊടുത്തു. പക്ഷെ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചോ? ചിലർക്ക് ലഭിച്ചില്ല. കാരണം ജൂലൈ മാസം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനല്ല വന്നത്. ആരാണ് നിങ്ങളോടൊപ്പം നടക്കേണ്ടത് എന്ന് കാണിച്ചു തരാനാണ് വന്നത്. ഇപ്പോഴൊരു ചോദ്യം, ഓഗസ്റ്റ് നിങ്ങൾക്ക് നക്ഷത്രങ്ങളുടെ മാസമാണോ? ഇപ്പോഴൊരു ചോദ്യം, ഓഗസ്റ്റ് നിങ്ങൾക്ക് നഷ്ടങ്ങളുടെ മാസമാണോ അതോ തിരിച്ചു വരവിൻ്റെ മാസമാണോ? പുണർ നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം ഗുരുവാണ്. അതിദേവത അതിഥി, സംരക്ഷണത്തിൻ്റെയും വിശാല ഹൃദയത്തിൻ്റെയും പ്രതീകവും. അതുകൊണ്ടാണ് പുണർ നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക സ്വഭാവമാണ് ഉള്ളത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ആരെയും വെറുക്കാൻ പറ്റില്ല. തകർന്ന ബന്ധങ്ങൾ പോലും വീണ്ടും കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കും. മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകുന്നവരാണ്. ജീവിതം എത്ര തവണ പിന്നോട്ടടിച്ചാലും വീണ്ടും തുടങ്ങാൻ ധൈര്യമുള്ളവരാണ്. പക്ഷെ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യം. അർഹതയില്ലാത്ത ആളുകൾക്കും അവസരങ്ങൾക്കും നിങ്ങൾ വീണ്ടും വീണ്ടും അവസരം നൽകും. ജൂലൈയിൽ നിങ്ങളൊരു തീരുമാനത്തിൽ ആശയക്കുഴപ്പം അനുഭവിച്ചിട്ടുണ്ടാകാം. ചിലർക്ക് ജോലി സംബന്ധമായ അനിശ്ചിതത്വം ഉണ്ടാവാം. ചിലർക്ക് സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാവും. ചിലർക്ക് ബന്ധങ്ങളിൽ അകലം. പുറമേ എല്ലാം സാധാരണ പോലെ തോന്നിയെങ്കിലും അകത്ത് നിങ്ങൾ ഒരു പുതിയ തുടക്കം ആഗ്രഹിച്ചിരുന്നു. ഓഗസ്റ്റ് ആ തുടക്കത്തിൽ ആദ്യ അധ്യായമാണ്. കരിയറിൽ ഓഗസ്റ്റിൻ്റെ ആദ്യ പകുതി നിങ്ങളുടെ ക്ഷമ വീണ്ടും പരീക്ഷിക്കപ്പെടും. നിങ്ങളുടെ പരിശ്രമത്തിനൂടെ അംഗീകാരം ലഭിക്കണമെന്നില്ല. ചിലർക്ക് അധിക ജോലി ഭാരം വരാം. എന്നാൽ മൂന്നാം ആഴ്ച മുതൽ സാഹചര്യങ്ങൾ മാറിത്തുടങ്ങും. മേലുദ്യോഗസ്ഥരെ ശ്രദ്ധ ലഭിക്കാം. പഴയ അപേക്ഷ ഇൻ്റർവ്യൂ വീണ്ടും സജീവമാകാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം മാത്രം, ഈ മാസം നിരാശയിൽ ജോലി ഉപേക്ഷിക്കുന്ന തീരുമാനം എടുക്കരുത്. ബിസിനസ്സിൽ പഴയ ക്ലയൻറ്റുകളിൽ നിന്ന് നല്ല വാർത്ത ലഭിക്കാം. മുടങ്ങിയിരിക്കുന്ന ഒരു പേയ്മെൻറ്റ് കയ്യിൽ എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ പുതിയ പങ്കാളിത്തങ്ങളിൽ അമിത വിശ്വാസം കാണിക്കരുത്. രേഖകൾ പരിശോധിക്കാതെ ഒരു തീരുമാനം എടുക്കരുത്. ഡിജിറ്റൽ ബിസിനസ്, വിദ്യാഭ്യാസം, കൺസൾട്ടിംഗ് സർവീസ് മേഖല ഇവയിൽ ഉള്ളവർക്ക് പുതിയ അവസരങ്ങൾ തുറക്കാം. സാമ്പത്തികമായി ഓഗസ്റ്റ് സ്ഥിരതയിലേക്ക് നീങ്ങുന്ന മാസമാണ്. ജൂലൈയിലെ ചില സമ്മർദ്ദങ്ങൾ കുറയാം. എന്നാൽ വീട്ടിലെ ആവശ്യങ്ങൾക്കും കുടുംബ ചെലവുകൾക്കും കൂടുതൽ പണം ചെലവാക്കാം. കടം കൊടുക്കുമ്പോഴും വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോഴും ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. പ്രണയത്തിൽ പുണർ നക്ഷത്രക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം. സ്നേഹം എന്നത് എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുക എന്നതല്ല. പങ്കാളിയുമായി തുറന്ന് സംസാരിക്കാത്ത തെറ്റിദ്ധാരണകൾക്ക് വഴിയൊരുക്കാം. വിവാഹിതരായവരോ ചെറിയ യാത്രയോ ഒരുമിച്ചുള്ള സമയം ചെലവഴിക്കുകയോ ചെയ്താൽ ബന്ധം കൂടുതൽ ശക്തമാകും. സിംഗിളായവർക്ക് ജൂലൈ അവസാനിച്ചതായി കരുതിയ ഒരു ബന്ധം വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം തീരുമാനമെടുക്കേണ്ടത് വികാരം കൊണ്ടല്ല, അനുഭവം കൊണ്ടാണ്. കുടുംബത്തിലൊരു പഴയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ ഉപദേശം ഈ മാസം അവഗണിക്കരുത്. സഹോദരനുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും അത് വേഗത്തിൽ എന്തായാലും പരിഹരിക്കപ്പെടും. വീട്ടിലൊരു സന്തോഷകരമായ വാർത്തയും കേൾക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിലൊരു മാനസിക സമ്മർദ്ദം കുറഞ്ഞാലും ഉറക്കക്കുറവും ക്ഷീണവും ശ്രദ്ധിക്കണം. ഭക്ഷണക്രമത്തിലും വിശ്രമത്തിലും അശ്രദ്ധ കാണിക്കരുത്. ഈ മാസം മനസ്സിൻ്റെ ആരോഗ്യം ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് തുല്യമായി പ്രധാനമാണ്. പുണർദ നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും എളുപ്പമുള്ള മാസമായിരിക്കില്ല. പക്ഷെ നിങ്ങളുടെ ഏറ്റവും ശക്തനാക്കുന്ന മാസങ്ങളിൽ ഒന്നായിരിക്കും. ജൂലൈയിൽ അടഞ്ഞ വാതിലുകൾ ഓർത്ത് വിഷമിക്കരുത്. കാരണം ഓഗസ്റ്റ് തുറക്കാൻ പോകുന്ന ചില വാതിലുകൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവയായിരിക്കും. കരിയറിൽ ഒരു മുന്നേറ്റം, സാമ്പത്തികമായി ആശ്വാസം, ബന്ധങ്ങളിൽ വ്യക്തത, മനസ്സിൽ പുതിയ പ്രതീക്ഷ, ഇവയിൽ ഒന്നോ അതിലധികമോ ഈ മാസം നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, പുണർദ നക്ഷത്രത്തിൻ്റെ യഥാർത്ഥ ശക്തി ഒരിക്കലും വീഴാതിരിക്കുന്നതിലല്ല, വീണാലും വീണ്ടും എഴുന്നേറ്റ് കൂടുതൽ വിവേകത്തോടെ മുന്നോട്ട് നടക്കുന്നതിലാണ്. ഈ ഓഗസ്റ്റിൽ പഴയ ഭാരം ഇറക്കി വെക്കുക എന്തായാലും. കാരണം പുതിയ അനുഗ്രഹങ്ങൾക്ക് ഇടം കിട്ടണമെങ്കിൽ പഴയ ഭാരങ്ങൾ വിട്ടേ മതിയാകൂ.